എന്റെ ഭാഗത്തുനിന്ന് ഉഴപ്പുണ്ടായിട്ട് എന്റെ ഭാഗത്ത് ഞാൻ അധ്വാനിക്കാതെ പരാജയപ്പെട്ടാലല്ലേ എന്റെ കുറ്റമാവുന്നുള്ളൂ. പരാജയപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. എനിക്ക് പരാജയങ്ങളെ പേടിയില്ല. എന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. മുണ്ടക്കയത്തുനിന്ന് കാണാതായ ജസ്ന എന്ന പെൺകുട്ടി അവസാനമായിട്ട് എത്തിയത് നിങ്ങളുടെ ലൊക്കേഷനിലാണ്. പുള്ളിക്ക് ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഒരു വിളിപ്പേരും കൂടെ കിട്ടിയിട്ടുണ്ട്. കൂടത്തായ സൈമൺ എന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ചിരിക്കും പത്രക്കാർ തന്നെയാണ്. അതിനുശേഷം പിന്നെ DGP വിളിച്ചു. ജോളിയെ കുറെ കാലം പിന്തുടർന്നു. അല്ല, ജോളിയല്ല, എല്ലാ ആൾക്കാരും പിന്തുടർന്നു, പലതരത്തിൽ പിന്തുടർന്നു. ക്യാമറ കൊണ്ട് ക്യാമറ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ജോലിക്ക് അപ്പുറത്ത് മറ്റുള്ളവരുടെ ജോലികളിൽ അധികം ഇടപെടുന്ന ആളല്ല. എന്റെ ക്യാരക്ടറിനെ പറ്റി, എന്റെ ക്യാരക്ടറിന്റെ സിറ്റുവേഷനെ പറ്റി, കഥയെ പറ്റിയൊക്കെ ഞാൻ റൈറ്ററിനോടും ഡയറക്ടറിനോടും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിൽ ഇടപെടുന്ന ആളല്ല. ഒരാൾ വെറുതെ ഒരു കഥയുണ്ടാക്കി, അയാളുടെ ഭാവനയുടെ പുറത്ത് ഒരു കഥയുണ്ടാക്കി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പോലും അതുപോലും തള്ളിക്കളയാൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിയില്ല. അതിന്റെ പുറകെ അദ്ദേഹം പോകണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്സിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമയുടെ എഴുതാനുള്ള ഒരു ട്രിഗർ എനിക്ക് ആദ്യമായിട്ടുണ്ടാകുന്നത്. സിനിമയാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സിൽ എല്ലാവർക്കും സത്യങ്ങൾ അറിയാൻ പറ്റും. ജീവിതത്തിൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് ഇല്ല. ഞാൻ ഈ തസ്കരൻ മണിയമ്പിള്ളയുടെ കഥ വായിക്കുമ്പോൾ ഈ രാത്രിയിലാണ് കള്ളന്മാരൊക്കെ ഇങ്ങനെ കള്ളന്മാരെ മാത്രം വായിക്കുള്ളൂ. നസീർക്ക് എന്താണ്, ഏത് റാങ്കാണ്? ഞാൻ കുറച്ച് കൂടിയതാണ്. എനിക്ക് കോൺസ്റ്റബിളിൽ നിന്ന് SI എന്നൊക്കെ സ്ഥാനക്കയറ്റം കിട്ടി. DYSP ആയിട്ടിരിക്കും. ഓ, അടിപൊളി. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്തുകൊണ്ട് കാണണമെന്നും കൂടെ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും നിങ്ങൾ കണ്ട. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ടീംസ് എല്ലാം ഉണ്ട്. പരിചയപ്പെടുത്താം. ടോവിനെ എല്ലാവർക്കും അറിയുന്നതാണ്, നസീറൊക്കെ അറിയുന്നതാണ്, ജിനു റൈറ്ററാണ്, 3-4 പടങ്ങൾ ചെയ്തതാണ്. ഇത് എഴുത്ത് മാത്രമേ ഉള്ളൂ, സംവിധാനം ചെയ്യുന്നില്ല. കൂടെയുള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. കാരണം രാഷ്ട്രപതിയുടെ മെഡൽ നേടിയിട്ടുള്ള പോലീസുകാരനാണ്, റിട്ടയർഡ് IPS ആണ്. അതുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരുണ്ട്, കൂടത്തായി സൈമൺ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഗതി ആരാണെന്നുള്ളത്. അതാണ് പ്രധാനപ്പെട്ട വ്യക്തി. നമുക്ക് ആ വ്യക്തിയിലേക്ക് ഈ കേസുമായിട്ട് വരേണ്ടതുണ്ട്. ടോവിനോ ശരിക്കും പുതിയ പോലീസാണ്, ബുദ്ധിയുള്ള പോലീസുകാരനാണെന്ന് മനസ്സിലായി. കാരണം ഈ KG സൈമൺ സാർ ഇതിനകത്തേക്ക് വരണമെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ പിന്നീട് ജിനു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇപ്പോൾ സംസാരിച്ചപ്പോഴാണ് ഓർത്തത്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പാർട്ടിക്ക് ഞാനായിരുന്നു ഗസ്റ്റ്. ഞാൻ വഴക്കെന്നുള്ള സിനിമ അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ. അപ്പൊ അന്ന് ഞാൻ പോയി അവിടെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അതല്ലാത്തുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയല്ല, പീരീഡാണ്. അപ്പൊ അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ഇൻറ്റ്യൂഷൻസും അസംഷൻസും ഇന്റലിജൻസും മാത്രമല്ലേ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിനിമയാണ്. അദ്ദേഹത്തിനായിട്ട് ഓൾറെഡി കൺസൾട്ട് ചെയ്തിട്ടാണ് എഴുതുന്ന സമയത്തും ഒക്കെയും പല കാര്യങ്ങൾക്കും ജിനിച്ചേട്ടൻ അദ്ദേഹമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഒരു ബുദ്ധിയുള്ള പോലീസുകാരനാണ് ഞങ്ങളുടെ സൂപ്പർ ഹീറോ. അത്യാവശ്യം പോലീസുകാർക്ക് എല്ലാം ബുദ്ധി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണോ ഞാൻ? അങ്ങനെയൊക്കെ എടുത്ത് പറയുമ്പോ അല്ല, ഈ സാർ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. പല കേസുകളും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുള്ളിക്ക് ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഒരു വിളിപ്പേരും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ 2 പേരുകളും തന്നിരിക്കുന്നത്, അല്ലേ സാറേ? ഡിപ്പാർട്ട്മെന്റ് നാട്ടുകാർ വിളിച്ചതുണ്ട്, പത്രക്കാർ വിളിക്കുന്നുണ്ട്, അങ്ങനെ പല ആൾക്കാരും വിളിച്ചു. കൂടത്തായി സൈമൺ എന്നുള്ളത് ശരിക്കും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ പേരാണോ? കൂടത്തായ സൈമൺ എന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ചിരിക്കും പത്രക്കാർ തന്നെയാണ്. അതിനുശേഷം പിന്നെ DGP വിളിച്ചു. DGPന്റെ റിട്ടയർമെന്റ് പറയുകയും ചെയ്തു. എനിക്ക് കൂടത്തായ സൈമൺ എന്ന പേരാണ് എനിക്ക് താല്പര്യം, അങ്ങനെ വിളിക്കാൻ എനിക്ക് താല്പര്യം പറഞ്ഞു. ഈ പേരുകൾ വിളിക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമുക്ക് വീഴുന്ന പേരെന്താണെന്നുള്ളത് കൂടെ. കള്ളന്മാരെ പോലുള്ള പേരായി പോവുകയാണെങ്കിൽ പ്രശ്നം. കള്ളന്മാരുണ്ട്, അല്ലാത്ത പേരുകൾ ചിലപ്പോൾ വീണാല് ആജീവനാന്തം മുഴുവൻ അത് തന്നെയാണ്. കുഴപ്പമെന്ന് വെച്ചാല് ആദ്യമേ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊന്നും പറയാണ്ട് ഇതാണ് അറിയില്ലേ കൂടത്തായി സൈമൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇത് അല്ലേ, നമ്മളതിന് ഇൻട്രോ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമാണ്, പണി കിട്ടും. ജിനു ശരിക്കും സാറിനെ കണ്ടുപിടിക്കുന്നതും ഈ സിനിമയിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം ജിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ജിനു എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ആ കാരണം പറയും. ഞാൻ സാറിനെ കണ്ടുപിടിച്ചല്ല, സാറാണ് എന്നെ കണ്ടുപിടിച്ചത്. കുറച്ച് സമയത്തേക്കെങ്കിലും സാറിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് അത്. 2019 ആദ്യം എപ്പോഴാണ് തോന്നുന്നു, എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. പത്തനംതിട്ട സൈബർ സെല്ലിൽ നിന്ന് പത്തനംതിട്ട SP KG സൈമൺ എത്രയും വേഗം നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തരണം. ഞാൻ പത്തനംതിട്ടക്കാരനാണ്. ഞാൻ എന്തൊരു നാട്ടിൽ എന്തെങ്കിലും കാര്യമാണ്, എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല, ഞാൻ വിളിക്കുന്നു. വിളിച്ചപ്പോൾ എന്നോട് സൈമൺ സാറ് പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് ചെയ്ത ആഡം ജോവാൻ എന്ന് പറയുന്ന സിനിമ കട്ടപ്പനയിൽ പട്ടുമല എന്ന് പറയുന്ന ഒരു ചർച്ചിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു, അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3-4 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മുണ്ടക്കയത്തുനിന്ന് കാണാതായ ജസ്ന എന്ന പെൺകുട്ടി അവസാനമായിട്ട് എത്തിയത് നിങ്ങളുടെ ലൊക്കേഷനിലാണ്.
അവിടെ ആ പെൺകുട്ടിയുടെ കാമുകനുണ്ടായിരുന്നു. അയാളെ കാണാനാണ് വേണ്ടിയാണ് ആ പെൺകുട്ടി വന്നതെന്ന് വളരെ വിശ്വസനീയമായിട്ടൊരു മൊഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാമുകൻ ഒരു ബുള്ളറ്റിലാണ്, എൻഫീൽഡിലാണ് വരുന്നത് എന്നും പറയുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ ലൊക്കേഷനിൽ അങ്ങനെ എൻഫീൽഡിൽ വന്ന് പോയിക്കൊണ്ടിരുന്ന ഒരാൾ? ഞാൻ പറഞ്ഞൊരു 150 പേരോളം വർക്ക് ചെയ്യുന്നൊരു സിനിമയാണ്, എനിക്കറിയില്ല പെട്ടെന്ന് ഇത്ര സമയമായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുണ്ട്, അയാൾക്ക് എളുപ്പം അറിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ കോൺഫറൻസ് കോൾ ചെയ്തിരിക്കുന്നു. സാറുള്ളപ്പോൾ തന്നെ ലൈനിൽ ഇനിയിപ്പോൾ ഡൗട്ട് വേണ്ട, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ സാറൊന്ന് ഹോൾഡ് ചെയ്യും, ഞാൻ കോൺഫറൻസ് കോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിളിക്കുന്നത്. ആ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഡാർവിൻ കുര്യാക്കോസ്. ഞാൻ ഡാർവിനോട് ചോദിച്ചു, ഡാർവിനെ ഇങ്ങനെ സൈമൺ സാർ ഉണ്ടല്ലോ ലൈനിൽ, നമ്മുടെ ലൊക്കേഷനിൽ ആരാണ് എൻഫീൽഡിൽ വന്നുകൊണ്ടിരുന്നത്, അയാളെ കണ്ടിട്ടാണ് ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി അവസാനമായിട്ട് പോകുന്നത് എന്ന് മൊഴി കിട്ടിയിട്ടുണ്ട്, നമുക്കത് ആരെന്ന് അറിയണമല്ലോ. ഡാർവിൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇങ്ങനൊരു കൺഫ്യൂഷൻ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം എനിക്ക് ക്ലിക്ക് ചെയ്തു. ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ജസ്ന കാണാതായത് 2018 അതെ. ഞാൻ പറഞ്ഞു സാർ വെരി സോറി, എൻ്റെ സിനിമ ഷൂട്ടിംഗ് നടന്നത് റിലീസായത് 2017 അപ്പോൾ സാറിന് ഇത് ഉറപ്പാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിന് ചെക്ക് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സാർ ഒരു അരമണിക്കൂർ എന്നെ വിളിച്ചോളൂ. സോറി ജിനു, ഒരാൾ വളരെ ബിലീവബിളായിട്ടൊരു മൊഴി തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നിങ്ങളെ വിളിക്കാനൊക്കെ ഉള്ള കാരണം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളുടെ സിനിമ 2017 സെപ്റ്റംബർ 1 റിലീസായതായിട്ട് ഞാൻ അന്വേഷിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ മൊഴി തെറ്റാണ് എന്ന് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഇത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വെറുതെ ഒരു കഥയുണ്ടാക്കി, അയാളുടെ ഭാവനയുടെ പുറത്ത് ഒരു കഥയുണ്ടാക്കി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പോലും അതുപോലും തള്ളിക്കളയാൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിയില്ല. അതിന്റെ പുറകെ അദ്ദേഹം പോകണം. എത്ര പേര് ഇത്രയും പ്രമാദമായ കേസുകളാകുമ്പോൾ സത്യമാണോ നുണയാണോ എന്ന് അറിയാൻ പറ്റാത്ത എത്രയോ ഇതാണ് ഈ സ്ട്രെസ് അന്വേഷണ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്സിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമയുടെ ഒരു എഴുതാനുള്ളൊരു ട്രിഗർ എനിക്ക് ആദ്യമായിട്ടുണ്ടാകും. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. ശരിയായി അന്വേഷിക്കണമെന്ന് പറയുന്ന ഒരു സാധനം കൂടെ ജിനു അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം. അല്ല, അതെന്തറിയോ, നമ്മൾ ഈ സിനിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇവരുടെ ഈ ടൊബി ബ്രോയുടെ ക്യാരക്ടറും അവരുടെ കൂടെ ഉള്ളവരും അല്ലാതുള്ള ആളുകൾ, അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങൾ ശരിയായ അന്വേഷണങ്ങളായിരുന്നില്ല. ശരിയായ അന്വേഷണം നടത്തിയപ്പോഴാണ് അത് കണ്ടെത്തപ്പെടുന്നത് എന്ന് പറയുന്ന ആ ശരിയായ അന്വേഷണം നടത്താനുള്ള ഒരു സ്ട്രെസ്സും സ്ട്രഗിളും ഈ സിനിമയിൽ വിഷയമായിട്ട് വരുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ഒരു തോന്നിയിട്ടുള്ളതാണ്, അതായത് ഇവര് പലപ്പോഴും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ മനസ്സ് മരവിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഓരോ കേസിലും ഉണ്ടാവുന്നത്. ഞാൻ അത് മെന്റൽ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവില്ലേ ഒരു പോലീസുകാർക്ക് ഇടയ്ക്ക് തെറാപ്പിയൊക്കെ വേണ്ടി വരില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു നല്ല ഒരു പുസ്തകം, ഒരു ഇമോഷണലി നമ്മളെ മൂവ് ചെയ്യുന്ന ഒരു പുസ്തകം വായിച്ചാലോ ഒരു സിനിമ കണ്ടാലോ നമുക്ക് സങ്കടം വരും. ചിലപ്പോൾ ദിവസങ്ങളോളം അത് നമ്മളെ ഹോണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഇങ്ങനെ മനസ്സുമരവിപ്പിക്കുന്ന കേസുകൾ അന്വേഷിക്കുന്ന സാറിനോടാണ്. സാറിലേക്ക് വരാം. സാറിനും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. സാർ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോവിയോട് ചോദ്യം ചോദിക്കാനുണ്ടെന്ന്. അത് നസീർക്കോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉത്തരം തേടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ശ്രീദേവിയുടെ മർഡർ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തല്ലുമാല കാണുന്ന സമയത്ത് അവനിട്ട് രണ്ട് കൊടുക്കണമെന്ന് തോന്നുന്ന ലെവലിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. അപ്പോൾ ഖാലിദ് അത് എത്തിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള സംവിധാനമായിരുന്നു. ഇതേപോലെ ശ്രീദേവിയുടെ കൊലപാതകം അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പോൾ സാറ് പറയും പോലെ മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് പോലീസുകാരുടെ കടമ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് ഞങ്ങൾ എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നുണ്ട്, സാറും ഇടയ്ക്ക് പറയാറുണ്ട്. അതേപോലെ ശ്രീദേവിയുടെ കൊലപാതകം അന്വേഷിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണോ ഈ കഥയുടെ ഒരു സ്റ്റൈൽ പോകുന്നത്? അത് ഭയങ്കര ക്രൂഷ്യലാണ്. ശ്രീദേവിയുടെ കൊലപാതകം അന്വേഷിക്കുക എന്ന് പറയുന്നത്, ശ്രീദേവി എന്ന് പറയുന്ന ആ ഞങ്ങളുടെ ആ സിനിമയിലെ കൊല്ലപ്പെടുന്ന കഥാപാത്രത്തിനോട് നീതി പുലർത്തുക എന്നുള്ളത് പോലെ തന്നെ പേഴ്സണൽ ലൈഫിലും ഇവർക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. ഇവരുടെ കരിയറിന്റെ കാര്യത്തിലും ഇവരുടെ പേഴ്സണൽ ലൈഫിലും ഈ പറഞ്ഞ 4 പോലീസുകാരും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ അത് ചെയ്യുന്നത്. ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇതിന്റെ കഥാഗതിയെ ബാധിക്കുമോ എന്നുള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ കേസ് ഇവരുടെ കരിയറിലും അതുപോലെ അതിന്റെ ഒരു നീതി നടപ്പാലാക്കേണ്ട ഒരു മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് രണ്ടും ഭയങ്കര ക്രൂഷ്യലാണ്. ഈ മെന്റൽ സ്ട്രെസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സാർ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് കൂടത്തായി കേസ്. ഈ കൂടത്തായി കേസിൽ സാറിന്റെ മകനോട് സംസാരിക്കുമ്പോൾ സാറിന്റെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 6 പേരും ചുറ്റും വന്ന് നിൽക്കുന്നതായിട്ട് സാറിന് ഫീൽ ചെയ്തു എന്ന് പറയുന്ന സാധനം. അത് സാറിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ദിവസം എന്ന് പറയുന്നത്. അത് കുടുംബത്തിന് പോലും അത് സാറിനോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അത് കാണേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ ഒരു പോലീസുകാരൻ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ കുറിച്ചുള്ള ചോദ്യം
ചോദ്യം. ഈ സ്ട്രെസ് എന്ന് പറയുന്ന രണ്ട് തരത്തിൽ നമുക്കത് ഡിവൈഡ് ചെയ്യും. ഇപ്പം ടോവിന് പറഞ്ഞൊരു കാര്യം വളരെ സത്യമാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് സ്ട്രെസ് നമുക്ക് ഇല്ലെന്നാക്കുന്നത് നമ്മളല്ലാതെ വേറെ ചെയ്യാനില്ല എന്നുള്ളൊരു ധാരണ നമുക്ക് വരണം. വരുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രെസ് എല്ലാം കുറച്ചങ്ങ് മാറും. ഇപ്പം ഞാൻ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സത്യം വരത്തില്ല. ഇപ്പം ഞാനവിടെ ഇരിക്കുമ്പോൾ ഞാനാ ചെയ്യാനുള്ളൂ, ഇത് വേറെ ആരും വന്ന് ചെയ്യാനില്ല. അപ്പം ഞാൻ മുന്നോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ. ഞാൻ മുന്നോട്ട് ഇറങ്ങിയപ്പം കൂടത്തായി കേസ് അന്വേഷിക്കുക, ഏത് കേസ് അന്വേഷിക്കുമ്പോൾ ഞാൻ ഫ്രണ്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ടീമുണ്ട്, ടീം മെമ്പേഴ്സുണ്ട്, മരിച്ച ആൾക്കാരുണ്ട്, മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളുണ്ട്. പ്രതികളെ പിടിക്കാൻ പ്രതിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്ട്രെസ്സ് നമുക്ക് വരുന്നുണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ്സ് നമ്മൾ ഇപ്പോൾ ടോവിനെ പറഞ്ഞില്ലേ 4 പേര് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഏറ്റവും കറക്റ്റ് അതിനകത്ത്. അപ്പം അല്ലാതെ വേറെ ആരും വന്ന് ചെയ്യാനായിട്ടില്ല. അവിടെ 6 പേരെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ്. അത് ഫസ്റ്റ് ആയിരുന്നു, ആദ്യമായിട്ടായിരുന്നു അല്ലേ സാറേ കേരള പോലീസ് ചരിത്രത്തെ ആദ്യമാണ്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം നമ്മുടെ ചുറ്റും വന്ന് നിൽക്കുന്ന ഒരു ഭീതിയാണ് എനിക്കുള്ളത്. ഫ്രണ്ട് വന്ന് നിൽക്കുന്നു, ചുറ്റും വന്ന് നിൽക്കുന്നു. ചുറ്റും വന്ന് നിൽക്കുന്ന മാത്രമല്ല, ഞാൻ അവിടെ എനിക്കൊരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അവിടെ ഞാൻ നടക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരു പട്ടിക്കുഞ്ഞ്, ഒരു 2-3 മാസം മുമ്പ്. ആ പട്ടിക്കുഞ്ഞ് എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ അന്ന് വരെ എന്നെ സ്നേഹിച്ചിരുന്ന, ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന പട്ടി. ഇപ്പോൾ ഞാനീ പറയുമ്പോൾ എത്ര വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ളവർക്കറിയാം, കുറച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം, എല്ലാവർക്കും അറിയാം. അതെന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ച് എൻ്റെ നേരെ വരികയും കടിക്കാൻ വേണ്ടി വരികയും ചെയ്യുക. അതങ്ങ് നിൽക്കുന്നില്ല അത്. പിന്നെ ഞാനതിനെ വേറെ ആൾക്ക് കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് വരും, കുറേ അധികം അനുഭവങ്ങളൊക്കെ വരും. ഇപ്പം ടോവിനോൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയും, ഇൻഡ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ, അതൊക്കെ സത്യമാണ്. അതല്ലാതെ ശരിക്കും അതല്ലേ, അതായത് നമ്മൾ ഇങ്ങനെ മാജിക്കൽ സിനിമയാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സിൽ എല്ലാവർക്കും സത്യങ്ങൾ അറിയാൻ പറ്റും. ജീവിതത്തിൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് ഇല്ല. നമ്മൾ അത് കണ്ടെത്തണം. അതിന് വേറെ എളുപ്പവഴികളില്ല. ഈ ഇൻറ്റ്യൂഷനെയും ചില സമയത്ത് ഇത്രയും സാങ്കേതികമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളുടെ മനുഷ്യന്റെ ബുദ്ധിയും ആ തോന്നലുകളും ഒക്കെ തന്നെയല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ടോവിനോട് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ടോവിനെ അല്ല, നിങ്ങൾ കേസ് അന്വേഷിക്കുമ്പോൾ ഈ പോലീസിൻ്റെ ഒരു മാനറിസം ഉണ്ട്, ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ആയിട്ട് രീതി കൂടെ എടുക്കണം. അത് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്? അത് എങ്ങനെ പഠിക്കുന്നു? അത് ഡയറക്ടർ പറഞ്ഞു തരുന്നതാണോ? ആദ്യം തന്നെ ഈ റൈറ്റർ ഇതിനെപ്പറ്റി വെൽ റിസർച്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഞങ്ങളുടെ ജോലി കുറച്ചും കൂടെ എളുപ്പമാണ്. അതിൻ്റെ കൂടെ ഡയറക്ടറും ഞാനും തമ്മിൽ ഒരുപാട് സംസാരിക്കുകയും ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഷാജി മാറാട് എന്ന് പറയുന്ന പോലീസുകാരൻ, അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുമ്പ് കുപ്രസിദ്ധ പയ്യൻ എന്നുള്ള സിനിമയിൽ ത്രൂഔട്ട് അദ്ദേഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ് പുള്ളി. അപ്പോൾ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് വിശേഷങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ എങ്ങനെയാണ് ഇങ്ങനെ, നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന പോലെ അല്ലല്ലോ, ഇതിൻ്റെ അകത്ത് നിന്ന് ഒരാൾ ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾ. പുറത്തുനിന്ന് നമ്മൾ കാണുന്നത് നമുക്ക് എവിടെയാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കണ്ട് പരിചയമുള്ളത്? നമുക്ക് പരിചയമുള്ളത് സിനിമകളിലാണ്. അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ കാണാനായിട്ട് നമുക്ക് സാഹചര്യങ്ങളില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്കും അവരുടെ ചില അനുഭവങ്ങളൊക്കെ ഭയങ്കര സ്ട്രേഞ്ച് അനുഭവങ്ങളായിരിക്കും. സിനിമയിൽ പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഇതൊക്കെ വിഡൽസ് ആണ് എന്ന് പറയുന്ന പോലുള്ള സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ടാവും. ചില സമയത്ത് വീണ് കിട്ടുന്ന തെളിവുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് മനോധർമ്മം. നമ്മൾ ഇത് ഇങ്ങനെ പരമാവധി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് ടോവിനോ അഭിനയിച്ച കുപ്രസിദ്ധ പയ്യൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഈ ടോവിനോ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അയാളിങ്ങനെ നിരപരാധിയാണ്, അയാളത് അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പോലീസിന്റെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മുൻകാല പല ഉരുട്ട അനുഭവം പോലെ പലതും ഉണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്ന് നിറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ ഇരുന്ന ആ സീനിൽ അധികം പേര് കരഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കരഞ്ഞ സീനാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ സാധാരണക്കാർക്ക് നേരിടുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണും? ഇല്ല, ഒരിക്കലും അത് പിന്നെ നേരത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചീത്ത വിളിക്കാനോ അടിവയ്ക്കാനോ പാടില്ല പ്രത്യേകം പറയും. അത് എൻ്റെ കൂടെയുള്ള ഈ കേസ് അന്വേഷിച്ച പോലീസ് തന്നെ പറയുന്നുണ്ട്. പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ തൊട്ടുപോയേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരും വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് ടീച്ചർ അടിക്കുന്നത് കുട്ടികളെ അറിയാമോ? ടീച്ചർ പഠിപ്പിക്കാൻ അറിയത്തില്ല. പഠിപ്പിക്കാൻ അറിയാവുന്ന ടീച്ചറാണ് അടിക്കത്തില്ല.
അതുകൊണ്ടാണല്ലോ പല കുട്ടികളും പല പല സബ്ജക്റ്റിനും എന്തുകൊണ്ടാണ് ആ പിള്ളേർ ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത്. നല്ല സ്നേഹിക്കുന്ന, നല്ല പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ ആ കുട്ടി ആ സബ്ജക്റ്റ് ഉയരും എന്ന് പറഞ്ഞ പോലെ പോലീസിൻ്റെ ജീവിതത്തിൽ പോലീസിൻ്റെ കേസ് അന്വേഷണം നമുക്ക് അന്വേഷിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു തല്ലും വേണ്ട, ഒരു കാര്യം വേണ്ട. ഇപ്പോൾ കൂടുതൽ കേസ് തന്നെ ഈ കേസ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ് 2 മാസക്കാലം 2-2.5 മാസക്കാലം ഞങ്ങൾ ഒരു മനുഷ്യൻ പോലും അറിയാതെയാണ് ആ കേസ് അന്വേഷിച്ചുകൊണ്ട് പോരുന്നത്. അത് 10 പേര് ജോലിയെ കുറേ കാലം പിന്തുടർന്നു. അല്ല, ജോലിയല്ല, എല്ലാ ആൾക്കാരെയും പിന്തുടർന്നു, പല തരത്തിൽ പിന്തുടർന്നു, ക്യാമറ കൊണ്ട് ക്യാമറ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അവസാനം പിന്നെ നമ്മൾ എക്സ്ഹ്യൂമേഷൻ വരുമ്പോഴാണ് അറിയുന്നത്. എക്സ്ഹ്യൂമേഷൻ വരുമ്പോൾ അറിയുന്നത് തന്നെ എങ്ങനെയാണ്? പഞ്ചായത്തുകാർ വേണം എക്സ്ഹ്യൂമേഷന്, അപ്പം ജനങ്ങളെ അറിയിക്കണം. അപ്പോഴാണ് അറിയുന്നത്, പത്രക്കാർ തന്നെ അറിയുന്നത്. അതുകൊണ്ട് എന്താ 2-2.5 മാസക്കാലം പോലീസ് സംബന്ധിച്ച് വളരെ ഫ്രീയാണ്. ഞങ്ങൾ വളരെ ഫ്രീയാണ്, അന്വേഷണം വളരെ ഫ്രീ ആണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ അന്വേഷിച്ച എല്ലാ തെളിവും കണ്ടുപിടിച്ച് നമ്മുടെ കൈ വെച്ചിട്ടാണ് ലാസ്റ്റ് നിമിഷത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ തല്ലേണ്ടി വരുന്നില്ല, വേറെ കാര്യത്തിന് ചീത്ത വിളിക്കേണ്ടി വരുന്നില്ല, ഒരു കാര്യത്തിനും വരത്തില്ല. ടോവിനോ, ഇതിനകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ബുദ്ധിമാനായിരിക്കും, പക്ഷേ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ട്രെയിലർ കാണുമ്പോൾ കുറേ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്? ബുദ്ധി ആണോ അതേ ഇവൻറ്റ്സിൽ കൂടെ ഈ കഥ ഡെവലപ്പ് ചെയ്ത് വരികയാണോ? എങ്ങനെയാണ്? ഡെഡ് ലൈൻ ഉണ്ട്, അതിനുള്ളിൽ തീർക്കണം. അത് നമുക്ക് ഇവന്റ്സിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. വീട് കിട്ടുന്നതെല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടേണ്ട പല തെളിവുകളും കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയില്ല. ഇയാൾ ഭയങ്കരമായിട്ടുള്ള സക്സസ് നേടുന്ന ആളാണോ, തോറ്റുപോകുന്ന പോലീസുകാരനാണോ, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും കേസ് തെളിയിക്കാൻ പറ്റാത്ത ആളാണോ, അതോ ബ്രില്യൻ്റ് ആയിട്ട് ഇതൊന്നും നമ്മൾ ഈ സിനിമയിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്താണ് ആൾക്കാർക്ക് ആനന്ദ് നാരായണൻ എന്ന് പറയുന്നത് സാറ് തുടങ്ങിയത് എസ് ഐ ആയിട്ടാണ്. ഇതില് ശരിക്കും നസീർക്ക എന്താണ്, ഏത് റാങ്കാണ്? ഞാൻ കുറച്ച് കൂടിയതാണ്. എനിക്ക് കോൺസ്റ്റബിളിൽ നിന്നും എസ് ഐ നിന്നൊക്കെ സ്ഥാനക്കയറ്റം കിട്ടി. DYSP ആയിട്ടിരിക്കും. ഓ, അടിപൊളി. ക്യാരക്ടറിന്റെ പേര് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞേ. ഞാനിപ്പോ പേര് വന്നു കുറച്ച് നാളായി. പടത്തിൽ വിളിക്കണേ. അതിന്റെ ഇടയ്ക്ക് ഒരു 4 പടത്തിൽ ഇതേപോലെ CA ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി ഇടിച്ചിട്ട് ഇതിൽ ഏത് CA ഏതിൽ അഭിനയിച്ചെന്നുള്ള കഥ അറിയാം. അതൊക്കെ അറിയാം, അതെല്ലാം അറിയാം. അതല്ല പേരെന്ന് അതൊക്കെ അറിയാം. ഇതിപ്പോ എന്താ DYSP അങ്ങനെ ഇപ്പൊ നമ്മുടെ പേര് വിളിച്ചിട്ടുള്ള സീനുകൾ ഉണ്ടെങ്കിലാണല്ലോ നമ്മുടെ പേര് അറിയുള്ളൂ. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അല്ലെ വരുന്നു സാറെന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ നമ്മളും അതങ്ങനെ ശ്രദ്ധിക്കണില്ല എന്നുള്ളതായിരിക്കും. ചിരിച്ചുകൊണ്ടിരുന്ന റൈറ്റർക്ക് ഒരു പണി കൊടുത്തേക്കാം. നമ്മുടെ അസീസ്കയുടെ ക്യാരക്ടറിന്റെ പേര് എന്തായിരുന്നു? സൈമൺ. നിങ്ങളിത് അഭിനയിക്കുമ്പോൾ ഞാനിത് എത്ര കൊല്ലം കൊണ്ട് എനിക്ക് സാറിനറിയാം. ഞാൻ ഇതിനകത്തുള്ള പല കാര്യങ്ങളും എഴുതുമ്പോഴും ഇത് റീറൈറ്റ് ചെയ്യുമ്പോഴും ഒക്കെ സാറിനെ വിളിക്കും. സാർ ഇങ്ങനെ ഒരു കാര്യം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ജിനോ? അതില്ല, അത് പറ്റില്ല ജിനോ, അതിനൊരു പ്രാക്ടിക്കലി അത് ശരിയല്ല. അത് സത്യമാട്ടോ. ഞാൻ എന്നോട് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ജിനു നടക്കത്തില്ല, എന്തിനാ ഇതൊരു അത് ശരിയല്ല അത് എന്ന് പറഞ്ഞപ്പോൾ ജിനു അന്നേരം നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. നാളെ വിളിച്ചിട്ട് അതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. വേറെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജിനു അത് ശരിയല്ല. അത് അന്നേരം തന്നെ വേറൊരു കാര്യം, അതിൻ്റെ ഒരു മറുവശം ഇപ്പം ഞാൻ ആലോചിക്കുന്നു. ശരിക്കൊരു എന്താ പറയുക, പോലീസാണോ കള്ളനാണോ എനിക്ക് യാതൊരു അല്ല, പോലീസും കള്ളനുമാണല്ലോ. അതല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലണ്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം 35 വർഷം ജയിലിലുണ്ടായിരുന്നു. അയാൾ ഇറങ്ങിയിട്ട് 2 ബുക്ക് എഴുതി. ഒന്ന് പോലീസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഒന്ന് കള്ളനെങ്ങനെ പിടിക്കാം. കള്ളനെങ്ങനെ പിടിക്കാം എന്നുള്ള ബുക്ക് അവിടെ പഠനത്തിന് വേണ്ടി കൊടുത്തു. എങ്ങനെ പോലീസ് രക്ഷപ്പെടാമെന്നുള്ള ബുക്ക് ബാൻ ചെയ്തു. നല്ല ബ്രില്യൻ്റ് ആയിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പാടാണ്. അത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് അയാൾ അങ്ങനത്തെ ഒരു മനസ്സിലേക്ക് പോവുകയാണെങ്കിൽ പോകത്തില്ല, സാധാരണ പോകത്തില്ല. കാരണം അങ്ങനെയാണ്, ഓപ്പൺ ആയിരിക്കും അയാൾ, പോകത്തില്ല, നോർമലി പോകത്തില്ല. പോകുന്നവർ അങ്ങനെ ഒരു ബ്രില്യൻ്റ് ഒരു വരത്തില്ലെന്നുള്ള വേറെ സത്യം. അങ്ങനെ ടോവിനോ ഒത്തിരി പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് വ്യത്യസ്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണല്ലോ കമ്മിറ്റ് ചെയ്തത്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. മുമ്പ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഫിക്ഷണൽ അങ്ങനത്തെ
ഇത് ഒരു ലാർജർ ദാൻ ലൈഫ് അങ്ങനത്തെ ആണ് ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് യൂണിഫോമിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഞാൻ കുറച്ചും കൂടെ മെലിഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു 10 കിലോ കുറവുണ്ട് പഴയ പോലീസ് വേഷത്തിനേക്കാളും. അതായത് അതിൽ എത്ര പേര് വേണമെങ്കിലും ഇടിച്ചിടാം എന്നുള്ള പോലെയായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇത് ചിലപ്പോൾ 5-6 പേര് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൽ 2 പേരെയൊക്കെ ഇടിച്ചിടാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കി കേൾക്കുന്നു. ഈ ക്യാരക്ടറിനെ വൾണറബിൾ ആണ്, ഇമോഷണലിയും വൾണറബിൾ ആയിരിക്കും. അതാ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അന്വേഷിക്കുന്ന കേസുകൾ നമ്മളെ മാനസികമായിട്ട് ബാധിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം ചിലപ്പോൾ ബാധിക്കും. ബാധിക്കുന്നത് വെച്ചാൽ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കേസുകളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും, അത് ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കേസ് ശിക്ഷിച്ചില്ലേ അത് നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട്. നമ്മൾ പേപ്പറിൽ വായിക്കുന്ന കാര്യങ്ങളുടെ അതിനേക്കാൾ ഡീപ്പറായിട്ട് പോകുന്നതാണ് ഓരോ ക്രൈമിന്റെയും നമ്മൾ വായിക്കുന്നത്. ജിനു എഴുതിയത് ഞാനിപ്പം പറയാം, ജിനുവിൻ്റെ ആ ഭാവന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം ഈ ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ജിനു അന്നേരം തന്നെ തിരിച്ചിങ്ങോട്ട് ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ ചിന്തിച്ചാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെ ഇത് ഇത്ര ക്ലിയറായിട്ട് വരാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഞാൻ ആലോചിച്ചാണ് വന്നത്. എല്ലാം എനിക്ക് ഓർമ്മയില്ല. ഞാനത് ഏത് സീക്വൻസ് ആണ് പിന്നെ പറഞ്ഞുതരാം. ഈ ടോവിനോ ചോദിച്ചാൽ ഒരു ഭാവം കൂടെ ഉള്ളത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ തസ്കരൻ മണിയമ്പിള്ളയുടെ കഥ വായിക്കുമ്പോൾ ഈ രാത്രിയിലാണ് കള്ളന്മാരൊക്കെ ഇങ്ങനെ കള്ളന്മാരെ മാത്രം വായിക്കുള്ളൂ. പോലീസ് ആവണമെങ്കിൽ കള്ളന്മാരെ വായിക്കണം. അപ്പം പ്രശ്നം എന്താ വെച്ചാൽ ഈ രാത്രി കഥകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആവേശിക്കും. അപ്പോൾ ഈ പോലീസുകാർക്ക് രാത്രി അറിയായിരിക്കും, പക്ഷെ ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറങ്ങാനുള്ളതാണ്. പക്ഷെ ഈ പോലീസുകാരും കള്ളന്മാരും ഒക്കെ ഈ രാത്രി എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് സാർ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതും ആ കഥയിൽ പറയുന്നുണ്ട്. ഒരു SP ഓഫീസിൽ രാത്രി കയറിയിട്ട് SP തൊപ്പി വെച്ചിട്ട് സിഗരറ്റ് വലിച്ചു എന്നൊരു കഥയും അതിനകത്ത് പറയുന്നുണ്ട്. വേറെ കണ്ടിട്ടുണ്ടോ അത്? സത്യം അറിയില്ല. ഇപ്പം രാത്രിയിൽ കാര്യം എന്ന് പറയുന്നത് അതാണ്. പോലീസ് രാത്രി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ ഇറങ്ങാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇറങ്ങുന്നത്. ഇപ്പം എനിക്ക് ഇന്നലെ സമൻസ് വന്നു. ആ സമൻസ് ഭയങ്കര തമാശയുള്ള സമൻസ്. 1987 രാത്രി 3:30 ഞാൻ നെടുങ്കണ്ടത്ത് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അന്ന് SI ആയിരുന്നു. അന്ന് ഞാൻ രാവിലെ പെട്രോളിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ചാക്കിൻ്റെ അകത്ത് കുരുമുളകും വെച്ചുകൊണ്ട് 2 പേര് ഇരിക്കുന്നു. അവരെ പിടിച്ചു കൊണ്ടിരുന്ന ഒരു കേസാണ്. അപ്പോൾ ഞാൻ വെറുതെ FIR രജിസ്റ്റർ നോക്കിയത് 87 കൂട്ടിക്കോളൂ, എത്ര വർഷമായി കൂട്ടിക്കോളൂ. അതിന് പ്രതിയുടെ ട്രയൽ ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. അത് ഞാൻ വെറുതെ നോക്കിയത് 100 രൂപയുടെ കുരുമുളക്. അന്നത്തെ കാലത്ത് 100 രൂപയുള്ളൂ. പക്ഷെ അന്നേരം ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, അന്ന് ഈ 3 മണിക്ക് 3 മണിക്ക് പോയെന്നുള്ള സത്യമാണല്ലോ. എന്നു വെച്ചാൽ 3 മണിക്ക് രാത്രി ഞാൻ ഇറങ്ങിക്കൊണ്ടാണ് ഇവരെ പിടിച്ചത്. ഈ 3 മണിക്കാണ് അന്ന് ഇറങ്ങി ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരെല്ലാം രാത്രി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കാര്യം സത്യമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് സേഫ്റ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് പോലീസ് ചെയ്യുന്നത്. ഒരു കാര്യം എന്താണെങ്കിലും എല്ലാം സമ്മതിക്കും. ഒരു പോലീസ് വണ്ടി അവിടുത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഒന്ന് വെറുതെ കണ്ടാൽ മതി, നമുക്കൊരു ധൈര്യമാണ്, ഉറപ്പാണ്. ഞാൻ കാസർഗോഡ് SP ആയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. രാത്രിയിൽ അവർ യാത്ര വന്നപ്പം പോലീസ് വണ്ടി കൈ കാണിച്ച് നിർത്തി എവിടെ പോയിട്ട് വരികയാണ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് സാറെന്ന് വിളിച്ച് പറഞ്ഞ് എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാം. അത് ഭയങ്കര സന്തോഷമാണ്. ടോവിനോടെ മറ്റ് സിനിമ വിശേഷങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ മിന്നൽ മുരളിക്ക് ശേഷം ഞങ്ങൾ വേറൊരു തരത്തിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ മായാനദിയിലെ മാത്തനും എന്ന് നിന്റെ മൊയ്തിയിലെ അപ്പുവൊക്കെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തിയത്. ചില ക്യാരക്ടേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യും. ഇപ്പോൾ തല്ലുമാലയിലൊക്കെ ഫുൾ ടൈം തല്ലുള്ള അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ക്യാരക്ടർ അങ്ങനെ ഭയങ്കര സൂപ്പർ ഹീറോ ഒന്നുമല്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സും സെലക്ട് ചെയ്യാറുണ്ട്. ടോവിനോയുടെ സിനിമ എന്നുള്ള രീതിയിൽ 2018 ആഘോഷിക്കപ്പെട്ടു. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ചില വിമർശനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. 2018 നമ്മൾ സർക്കാർ സംവിധാനങ്ങളിലെയും പോലീസിനെയും ഒന്നും ഉൾപ്പെടുത്തിയില്ല. ഒരുപക്ഷെ ടോവിനോ ഇടത് സ്വഭാവത്തിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇടത് പാർട്ടിയുടെ ആളല്ല, ഇടത് സ്വഭാവമുള്ള ഒരാളാണ്. ആശയങ്ങൾ ഇഷ്ടമാണ്. ആ സമയത്ത് ടോവിനോയുടെ മനസ്സിൽ അത്തരമൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരമൊരു സാധനം ക്ലിക്ക് ചെയ്തിട്ടില്ലേ? എന്നെ ഞാൻ ഒരിക്കലും ഒരു സ്റ്റാർ ആയിട്ട് കണ്ടിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ല, മറ്റുള്ളവരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മളെ ഒരിക്കലും സ്റ്റാർ ആയിട്ട് കാണുന്നില്ല. അതാണ് വിജയം എന്ന് പറയുന്നത്. എന്നെ സ്റ്റാറിനെ ഡ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബാങ്കബിലിറ്റി എന്നാണ്. ഞാൻ അതിന് ബാങ്കബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായും. അപ്പോൾ എനിക്ക് സ്റ്റാർഡത്തിന്റെ ബാധ്യതകളൊന്നുമില്ല, പക്ഷേ ഈ ബാങ്കബിലിറ്റിയുടെ ഗുണങ്ങളുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് എനിക്ക് പല തരം സിനിമകൾ ചെയ്യാൻ പേടിക്കാതെ. എനിക്ക് പരാജയങ്ങൾ അത്ര പേടിയില്ല. പരാജയപ്പെട്ടിട്ടുണ്ട്,
വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പരാജയങ്ങളെ പേടിയില്ല. കാര്യം അത് എൻ്റെ ഭാഗത്തുനിന്ന് ഉഴപ്പുണ്ടായിട്ട് എൻ്റെ ഭാഗത്ത് ഞാൻ അധ്വാനിക്കാതെ പരാജയപ്പെട്ടാലല്ലേ എൻ്റെ കുറ്റമാവുന്നുള്ളൂ. അല്ലാതെ പരാജയപ്പെടുന്ന ഒരിക്കലും ഒരു കുറ്റമല്ലല്ലോ. തീർച്ചയായും. അതുകൊണ്ട് ഞാൻ അതിനെ പേടിക്കുന്നില്ല. എനിക്ക് വിജയങ്ങൾ ഇപ്പോൾ ഞാൻ തുടങ്ങിയത് 0-ൽ നിന്നായതുകൊണ്ട് 0-ന് മുകളിലുള്ള എന്തും എനിക്ക് വിജയമാണ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 2018 ആശയത്തെ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ ജോലിക്ക് അപ്പുറത്ത് മറ്റുള്ളവരുടെ ജോലികളിൽ അധികം ഇടപെടുന്ന ആളല്ല. അത് ഇപ്പോൾ അഭിപ്രായം ചോദിച്ചാൽ പോലും വളരെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ് ഞാൻ. ഡിസ്കസ് ചെയ്യും എൻ്റെ ക്യാരക്ടറിനെ പറ്റി, എൻ്റെ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷനെ പറ്റി, കഥയെ പറ്റിയൊക്കെ ഞാൻ റൈറ്ററിനോടും ഡയറക്ടറിനോടും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിൽ ഇടപെടുന്ന ആളല്ല. ഇങ്ങനെ മാറ്റി എഴുതണം, തിരിച്ചെഴുതണം, അതൊന്നും എൻ്റെ ജോലിയുടെ ഭാഗമല്ല. അതിനാണ് സിനിമയ്ക്ക് ഒരു റൈറ്റർ ഉള്ളത്. അത് ഈ സിനിമയിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് ആ സിനിമയ്ക്ക് ഒരു സംവിധായകനുള്ളത്. ഞാൻ അതിലൊരു നടൻ മാത്രമാണ്. ഇവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ഇവർ അതിനകത്ത് എന്താണോ ആ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അല്ലാതെ ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾ എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള തീരുമാനങ്ങൾ അതെൻ്റെതല്ല. ഞാനൊരു വില്ലൻ വേഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സാധനം പറയുന്നതുകൊണ്ടായിരിക്കും ഞാൻ വില്ലനാവുന്നത്. അപ്പോൾ എൻ്റെ കഥാപാത്രത്തിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ യോജിക്കാത്ത എന്തെങ്കിലും തിരികെ കയറ്റലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെ ചോദ്യം ചെയ്യൂ. ഒരുപക്ഷെ പ്രൊഡ്യൂസർ ആവുന്നത് ഇപ്പോൾ കളയും അദൃശ്യജാലകങ്ങളും ചെയ്യുന്നത് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ മറികടക്കാനുള്ള ഒരു സാധ്യതയും കൂടിയാണ് അത്. അതിന്റെ എഴുതിയ ആള്, അത് സംവിധാനം ചെയ്യുന്ന ആള്, അത് എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ആവശ്യമുള്ളത് എന്ത്, സിനിമയ്ക്ക് ആവശ്യമില്ലാത്തത് എന്ത് എന്ന് തീരുമാനിച്ച് എപ്പോഴും ഡയറക്ടറും പ്രൊഡ്യൂസറും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം. ആ കോൺഫ്ലിക്റ്റിൽ നിന്നാണ് സിനിമയ്ക്ക് ആവശ്യമുള്ളത് ഡയറക്ടർ ചോദിച്ചു മേടിക്കുകയും അനാവശ്യ ചിലവുകൾ വരാതിരിക്കാനായിട്ട് പ്രൊഡ്യൂസർ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഒന്നാമത് അങ്ങനെ പ്രൊഡക്ഷനുമായിട്ട് ഇടപെടുന്ന ആളല്ല. ചില സിനിമകൾ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അത് ഇറങ്ങുന്ന സമയത്ത് അതിൽ പ്രൊഡ്യൂസറായിട്ട് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സായിട്ട് എൻ്റെ പേര് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ പ്രൊഡ്യൂസറായിട്ടുള്ളത്. എങ്കിൽ പോലും അത് ഒരു സിനിമ അത് ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറാണെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ ക്രിയേറ്റീവ് ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ആദ്യമേ അത് കമ്മിറ്റേ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പ്രൊഡ്യൂസർ ആവുന്ന സമയത്തും അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാം. പക്ഷെ അതിൻ്റെ ക്രിയേറ്റീവ് കാര്യങ്ങൾ അത് ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളത് കമ്മിറ്റ് ചെയ്യുന്നത്, ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ അത് തിരുത്താൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. വ്യക്തമാണ് ആൻസർ. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്തുകൊണ്ട് കാണണമെന്നും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും നിങ്ങൾ കണ്ട.